പൂട്ടുന്നത് നമ്മളെ കണ്ടാന്നേ. പൂട്ടി കഴിയുമ്പോഴേക്ക് വരാം. ഇതുവരെ ഇവിടെ നിൽക്കാൻ കഴിയില്ല, നല്ല ചൂടല്ലതാ ഉണ്ടല്ലേ. അത് പൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വരാം, മേലെ പോയിട്ട് തണലിന് പോയി നിൽക്കാൻ. കാട് ഇതിനെല്ലാം കണ്ട പടന്ന് പിടിച്ചിട്ട് എല്ലാം വലിച്ച് കളയണം. എല്ലാം മൂടിപ്പോവും, എല്ലാം വലിച്ച് കളഞ്ഞു. നിങ്ങളുടെ തൊട്ടിപ്പുറം കാടായാലും എല്ലാം ഇങ്ങോട്ടും വരും. ഇന്നത്തെ കാടായത് അല്ലേ. താഴെ കുറേ കണ്ടം പൂട്ടാനുണ്ട്. അപ്പോഴേക്ക് ആദ്യം പോവാം. കണ്ടം കാണിച്ചു കൊടുത്തിട്ട് വന്നു. ഇനി വീട്ടിലേക്ക് തന്നെ പോലെ. നല്ല വെയിലാണ് ഉണ്ടല്ലേ. ഇടിയെല്ലാം ഒറ്റവളി എടുക്കുന്ന കണ്ടാന്ന് എല്ലാം കാട് കയറിപ്പോയി. ഇതിപ്പം നടേണ്ടത് ആ പൂട്ടിയ കണ്ടത്തിൽ നടേണ്ടത് ഞാറിട്ടതാണ്. ഇതെല്ലാം എല്ലാവരും ഞാറിടൽ. ഒറ്റവളി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഞാറിടും ഇവിടെ. ഇപ്രാവശ്യം പിന്നെ ഒന്നുമില്ല. വണ്ടി നടന്നാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ടല്ല. വണ്ടിയാർക്ക് നടൽ. നമുക്ക് പിന്നെ ഒരു കണ്ടയിലും താഴെ എല്ലാം മേലെയാണ്. എല്ലാം കാടാണെന്നുണ്ടല്ലേ. മിഷ്യനിലിപ്പോൾ വയക്കൽ മിഷ്യൻ വയക്കാൻ വയ്യ തന്നെ കാടിങ്ങ് വരും. അങ്ങോട്ടൊന്നും പോകാനാവില്ലാണ്ടല്ലേ. ഒന്നും പോകാൻ വരെ വയ്യില്ല. ഉണ്ടാകാൻ വഴി തന്നെ ഇല്ല. ഇടക്ക് മണ്ടലി പാമ്പിനെ കൊന്നിട്ടിട്ടുണ്ടായി. മയിലാന്ന് തോന്നും. മയിലില്ലോണ്ട് പാമ്പിനെല്ലാം കളയും. ഇല്ല കാട് കണ്ടില്ലേ. മിഷ്യൻ വയക്കുന്നുണ്ട്. വയക്കാലും കാട് അതുപോലെ വരും. ക്ഷീണം പിടിച്ചു വെയിലുള്ളതുകൊണ്ട്. കാട്ടുപയറുണ്ട്, കാട്ടുപയർ വെളുത്ത വയിച്ചെന്ന് പറയും. ഇതായത് വെള്ള വയിച്ച മുള്ളാന്നിന് പറയും. വെള്ളപ്പൂലത് വട്ടപ്പഴം. കാട്ടുപയറിൻ്റെ പൂക്കണ്ടില്ലേ. ഇതെല്ലാം തിന്നും പറിച്ചിട്ടില്ല ആരും. നടക്കുമ്പോൾ ഇങ്ങനെ കയ്യാലക്കെല്ലാം മുമ്പേ ഉണ്ടാവും. എല്ലാം പറിച്ച് തിന്നുന്ന വെള്ളം വെച്ചിട്ട് പോവാതെ എത്തി. രാവിലെ തന്നെ പൂട്ടാൻ വന്നതുകൊണ്ട് വെയിലായി. അയ്യോ ക്ഷീണം പിടിച്ച്. ഇനി കുറേ ഉണ്ട് പൂട്ടാനാടെ. അത് കഴിയുമ്പോൾ പോയാൽ മതിയല്ല പൈസ കൊടുക്കാൻ. എന്നാലും കണ്ടത്തിലേക്ക് പറയുമ്പോൾ സന്തോഷം. അത് വെയിൽ കൊണ്ടാൽ ജലദോഷം വരികയും ചെയ്യും. എല്ലാവരും കാണണേ, കണ്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ വയലും കൃഷിയും